നമസ്കാരം. ബിലീവേഴ്സ് ചർച്ച് സ്ഥാപകൻ കെ.പി. യോഹന്നാൻ ഇക്കഴിഞ്ഞ ദിവസം യു.എസിലെ ടെക്സാസിൽ വെച്ച് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും എല്ലാം പുറത്തു വരുന്നുണ്ട്. നാനാ തുറകളിൽപ്പെട്ടവർ ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ എഴുത്തുകാരനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ രാമചന്ദ്രനും അദ്ദേഹത്തിന് കെ.പി. യോഹന്നാൻ മുഖാന്തരമുണ്ടായ ബുദ്ധിമുട്ടിനെ കുറിച്ച് ഓർത്തെടുക്കുകയാണ്. മാത്രമല്ല, കെ.പി. യോഹന്നാൻ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടപ്പെട്ടവനായത് എന്നതിനെ കുറിച്ചും വ്യക്തമാകുന്നുണ്ട്. മനോരമ വിട്ട ശേഷം 2 പത്രങ്ങളിൽ ഞാൻ ജോലി ചെയ്തു. ഇതിൽ ആദ്യ പത്രത്തിൽ ജോലി ചെയ്യുമ്പോഴായിരുന്നു യോഹന്നാന് മെത്രാനാകണമെന്ന പൂതിയുണ്ടായത്. മെത്രാനാകാൻ വേറൊരു മെത്രാൻ തലയിൽ കൈവയ്ക്കണം. കൈവയ്പ് ശുശ്രൂഷ യോഹന്നാൻ സ്വയം ഉണ്ടാക്കിയ ബിലീവേഴ്സ് ചർച്ചിൽ മെത്രാന്മാർ അന്നില്ല, ഉണ്ടാകാൻ സാധ്യമല്ല. പക്ഷേ കൈവയ്ക്കാൻ ഒരു ബിഷപ്പിനെ യോഹന്നാൻ കണ്ടെത്തി. CSI സഭയുടെ KJ സാമുവൽ. ഈ വഴിവിട്ട പരിപാടി സാമുവൽ ചെയ്തതിന് 10 ലക്ഷം രൂപയും ഒരു കാറും യോഹന്നാൻ നൽകിയെന്ന് ആരോപണമുണ്ടായി. നാഗ്പൂരിൽ വെച്ച് യോഹന്നാൻ അഭിഷേകം തീരുമാനിച്ചെന്ന വാർത്തയിൽ ഒരു പത്രത്തിന്റെ എഡിറ്റോറിയൽ ഡയറക്ടർ അതിൽ പങ്കെടുക്കുമെന്നും കണ്ടു. ഏതായാലും സാമുവൽ കോഴ ഞാൻ റിപ്പോർട്ട് ചെയ്തു. ഇതിന് പിന്നാലെ യോഹന്നാൻ പത്രം ഉടമയെ വിളിച്ച് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാമെന്ന് അരുളി ചെയ്തു. അത് നടന്നു. അതിന് പിന്നാലെ പണമിടപാടുകൾ അവർ തമ്മിൽ ഉണ്ടായി. പിൽക്കാലത്ത് യോഹന്നാൻ അതിന്റെ ഓഹരി ഉടമ ആയെന്നും കേട്ടു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ ഒരു ഭാഗമാണിത്. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം അത് ഇങ്ങനെയാണ്: യോഹന്നാൻ എന്റെ ജീവിതത്തിൽ എന്നാണ് തലക്കെട്ട്. കെ.പി. യോഹന്നാനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങേരുടെ സഭാവാസികളിൽ ആരെയും അറിയില്ല. എന്നാൽ 2 ഘട്ടങ്ങളിൽ അങ്ങേരു കാരണം എനിക്ക് പ്രയാസമുണ്ടായി. മനോരമ വിട്ട ശേഷം 2 പത്രങ്ങളിൽ ഞാൻ ജോലി ചെയ്തു. ഇതിൽ ആദ്യ പത്രത്തിൽ ജോലി ചെയ്യുമ്പോഴായിരുന്നു യോഹന്നാന് മെത്രാനാകണമെന്ന പൂതി ഉണ്ടായത്. മെത്രാനാകാൻ വേറൊരു മെത്രാൻ തലയിൽ കൈവയ്ക്കണം. കൈവയ്പ് ശുശ്രൂഷ യോഹന്നാൻ സ്വയം ഉണ്ടാക്കിയ ബിലീവേഴ്സ് ചർച്ചിൽ മെത്രാന്മാർ അന്നില്ല, ഉണ്ടാകാൻ സാധ്യവുമല്ല. പക്ഷേ കൈവയ്ക്കാൻ ഒരു ബിഷപ്പിനെ യോഹന്നാൻ കണ്ടെത്തി. CSI സഭയുടെ KJ സാമുവൽ. ഈ വഴിവിട്ട പരിപാടി സാമുവൽ ചെയ്തതിന് 10 ലക്ഷം രൂപയും ഒരു കാറും യോഹന്നാന് നൽകിയെന്ന് ആരോപണമുണ്ടായി. നാഗ്പൂരിൽ വെച്ച് യോഹന്നാൻ അഭിഷേകം തീരുമാനിച്ചെന്ന വാർത്തയിൽ ഒരു പത്രത്തിന്റെ എഡിറ്റോറിയൽ ഡയറക്ടർ അതിൽ പങ്കെടുക്കുമെന്നും കണ്ടു. ഏതായാലും സാമുവൽ കോഴ ഞാൻ റിപ്പോർട്ട് ചെയ്തു. ഇതിന് പിന്നാലെ യോഹന്നാൻ പത്രമുടമയെ വിളിച്ച് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാമെന്ന് അരുളി ചെയ്തു. അത് നടന്നു. അതിന് പിന്നാലെ പണമിടപാടുകൾ അവർ തമ്മിലുണ്ടായി. പിൽക്കാലത്ത് യോഹന്നാൻ അതിന്റെ ഓഹരി ഉടമ ആയെന്നും കേട്ടു. അടുത്ത ഹിന്ദുത്വ പത്രത്തിലും യോഹന്നാനെ പറ്റി ഞാൻ റിപ്പോർട്ട് ചെയ്തു. മെത്രാഭിഷേകത്തിന് യാക്കോബായ സഭയിൽ നിന്ന് യോഹന്നാൻ മൂറോൻ വായ്പ വാങ്ങിയ വിവരമായിരുന്നു അത്. അതിവിശിഷ്ട തൈലക്കൂട്ടാണ് അത്. ഈ വാർത്ത വന്നപ്പോൾ MD എനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നമുക്ക് പരസ്യം തരുന്ന ആളാണ് MD പറഞ്ഞു. ദീപിക, മാധ്യമം എന്നിവ ചില പരസ്യങ്ങൾ സ്വീകരിക്കില്ല. അതാണ് ശരിയായ നയം. മതം മാറ്റത്തിന് നിലകൊള്ളുന്ന യോഹന്നാന്റെ പരസ്യം ഹിന്ദുത്വ പത്രം സ്വീകരിക്കുന്നതും ശരിയല്ല. മെഡിക്കൽ കോളേജ് പരസ്യം മാത്രമല്ല, ആത്മീയ യാത്രാ പരസ്യവും വാർഷിക പതിപ്പിൽ വന്നിരുന്നു. ആർക്കും കൊടുക്കും, എന്തും സ്വീകരിക്കും എന്ന നയം പുത്തരിക്കണ്ടം മാധവിയുടേതാണ്. ഞാൻ 4 മാസമേ ഉണ്ടായുള്ളൂ. പിന്നെ യോഹന്നാനുമേൽ ED റെയ്ഡ് നടന്നപ്പോൾ പണം വാങ്ങിയ ഹിന്ദുത്വ നേതൃത്വം വെട്ടിലായി. യോഹന്നാനിൽ നിന്ന് പരസ്യത്തിന് മാത്രമല്ല പണം വാങ്ങിയത് എന്ന സംശയവും നിലനിൽക്കുന്നു. പണം പറ്റിയവർ നന്മ ആഗ്രഹിക്കില്ലെങ്കിലും ഞാൻ യോഹന്നാന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം. നന്ദി.